ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് ദ ഫെസ്റ്റീവ് ഫൺ എന്ന ചാപ്റ്ററാണ്. ഫെസ്റ്റീവ് ഫൺ എന്ന് വെച്ചാൽ ഉത്സവ വിനോദം. നോക്കിക്കേ കുട്ടികളെ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്താണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്? ഇറ്റ് ഈസ് എ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇതൊരു ജന്മദിന ആഘോഷമാണ് അല്ലേ? ലെറ്റ് സെലിബ്രേറ്റ്. നമുക്കിത് ആഘോഷിച്ചാലോ? നെക്സ്റ്റ് പിക്ചർ നോക്കിയേ, കർട്ടൻ റൈസർ ആയിട്ട് കൊടുത്തേ. വാട്ട് ഡസ് ദ പിക്ചർ ഷോ? ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ദ പിക്ചർ ഷോസ് എ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ? വൈ ആർ ദ പീപ്പിൾ ഹാപ്പി? എന്തുകൊണ്ടാണ് ആളുകൾ സന്തോഷമായിട്ടിരിക്കുന്നത്? ദേ ആർ ഹാപ്പി ബിക്കോസ് ദേ ആർ സെലിബ്രേറ്റിംഗ് ദ ബർത്ത്ഡേ ഓഫ് ദെയർ ഡിയർ അമ്മു അല്ലേ? അവരുടെ പ്രിയപ്പെട്ട അമ്മുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് കൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത്. ലെറ്റ്സ് സിംഗ് എ സോങ്. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? Happy birthday to you, happy birthday to you, happy birthday dear, happy birthday to you. From good friends and true friends, from old friends and new friends, may good luck go with you and happiness too. നെക്സ്റ്റ് പിക്ചർ എന്താണ് മക്കളെ? ദ സീ പാലസ്. ഒരു കടൽ കൊട്ടാരത്തിൻ്റെ പിക്ചറാണ് അല്ലേ? സീ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. സീയുടെ കളർ എന്താണ്? ബ്ലൂ ആണ് അല്ലേ? അപ്പോൾ ഒരു സീ പാലസിനെ കുറിച്ചുള്ള ചെറിയൊരു സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെറ്റസ് റീഡ്. നമുക്കതൊന്ന് വായിക്കാം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു സ്വർണ്ണ മത്സ്യം കടലിൽ നീന്തുകയായിരുന്നു. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവൻ്റെ കൂട്ടുകാരെ പലരും ഒരേ ദിശയിലേക്ക് നീന്തുന്നത് അവൻ കണ്ടു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. ഒരു നക്ഷത്ര മത്സ്യം തിരകളിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. എ ജെല്ലി ഫിഷ് സ്പാർക്ക്ഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഒരു ജെല്ലി ഫിഷ് നീലജലത്തിൽ തിളങ്ങി. ഡോൾഫിൻ വെയർ ഡാൻസിങ്. ഡോൾഫിനുകൾ നൃത്തം ചെയ്യുകയായിരുന്നു. വെയർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഇവരെല്ലാവരും എവിടേക്ക് പോവുകയാണ്? സ്വർണ്ണ മത്സ്യം ചിന്തിച്ചു. ഹി ഫോളോഡ് ദം. അവൻ അവരെ പിന്തുടർന്നു. ഇൻ ദ ഡീപ് സീ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. കടലിൻ്റെ ആഴത്തിൽ അവൻ ഒരു സുന്ദരമായ പളുങ്കു കൊട്ടാരം കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അത് രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. ദ ഡോർ ഓഫ് ദ പാലസ് വെയർ വൈഡ് ഓപ്പൺ. കൊട്ടാരത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരുന്നു. ഇതിലുള്ള ന്യൂ വേർഡ്സ് നോക്കാം. ഗോൾഡ് ഫിഷ് സ്വർണ്ണ മത്സ്യം, സ്റ്റാർ ഫിഷ് നക്ഷത്ര മത്സ്യം, സ്വിം നീന്തുക, ഫ്ലോട്ട് പൊങ്ങിക്കിടക്കുക, ഡയറക്ഷൻ ദിശ, സ്പാർക്കിൾ തിളങ്ങുക, പാലസ് കൊട്ടാരം, ഡെക്കറേറ്റ് അലങ്കരിക്കുക, വൈഡ് വിശാലമായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? സ്വർണ്ണ മത്സ്യവും തൻ്റെ കൂട്ടുകാരും കൊട്ടാരത്തിലെത്തി. ഇനി എന്താ സംഭവിക്കുക? ദേ മേ എൻ്റർ ദ പാലസ് ടു അറ്റൻഡ് എ ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യും. ഹു ആർ ദ ഫ്രണ്ട്സ് ഓഫ് ദ ഗോൾഡ് ഫിഷ്? ആരെല്ലാമാണ് സ്വർണ്ണ മത്സ്യത്തിൻ്റെ കൂട്ടുകാർ? സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ് ആൻഡ് ഡോൾഫിൻസ്. What did he see in the deep sea? കടലിൻ്റെ ആഴത്തിൽ അവൻ എന്താണ് കണ്ടത്? He saw a beautiful glass palace. അല്ലേ? ഗ്ലാസിൻ്റെ ഒരു കൊട്ടാരമാണ് കണ്ടത്. What was the palace decorated with? കൊട്ടാരം എന്തുകൊണ്ട് അലങ്കരിച്ച്? The palace was decorated with gems and pearls. അല്ലേ? മുത്തും പഴം രത്നങ്ങളും കൊണ്ടാണ് അത് അലങ്കരിച്ചിരുന്നത്. The mermaid. മത്സ്യകന്യക. A beautiful mermaid appeared near the door. സുന്ദരിയായിട്ടുള്ളൊരു മത്സ്യകന്യക വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രിറ്റി ഷീസ് എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. എത്ര സുന്ദരിയാണവൾ! സ്വർണ്ണ മത്സ്യം അത്ഭുതപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ് ഓൾ ഓഫ് ദം സെറ്റ് ടുഗദർ. ജന്മദിനാശംസകൾ ജൂലിയ രാജകുമാരി. ഞങ്ങൾ നിനക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് എന്ത് ചെയ്തു? തിളങ്ങുന്നൊരു ലൈറ്റുകൾ കൊണ്ടുവന്നു. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. തിമിംഗലങ്ങൾ എന്ത് ചെയ്തു? കിലുങ്ങുന്ന വളകളുമായി വന്നു. ദ ഡോൾഫിൻ ക്യാരിഡ് ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ്. ഡോൾഫിനുകൾ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുവന്നു. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. ജൂലിയ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദി പ്രിയ കൂട്ടുകാരെ, വരും നമുക്ക് നീ വിരുന്ന് തുടങ്ങാം. ദെയർ വാസ് എ ബിഗ് കേക്ക് ഓൺ എ ടേബിൾ ഇൻ ഹാൾ. ദ പാർട്ടി ബിഗാൻ. വിശാലമായ മുറിയിലെ മേശയിൽ എന്ത് ചെയ്തു? വലിയൊരു കേക്ക് വെച്ചിരുന്നു. വിരുന്ന് ആരംഭിച്ചു.
നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി? എങ്ങനെയായിരിക്കും അവർ വിരുന്ന് ആരംഭിക്കുന്നത്? ദ വിൽ ബിഗിൻ ദ പാർട്ടി ബൈ കട്ടിങ് ദ കേക്ക് ആൻഡ് സിംഗിങ് ദ ബർത്ത്ഡേ സോങ്. നെക്സ്റ്റ് ന്യൂ വേർഡ്സ്. മെർമെയ്ഡ് മത്സ്യകന്യക, പിയർ പ്രത്യക്ഷപ്പെടുക, പ്രിറ്റി മനോഹരം, എക്സ്ക്ലെയിം അത്ഭുതപ്പെടുത്തുക, പ്രിൻസസ് രാജകുമാരി, ഗ്ലെൻഡിങ് തിളങ്ങുന്ന, ജിംഗ്ലിംഗ് കിലുങ്ങുന്ന, ഫ്രാഗ്നൻറ്റ് സുഗന്ധമുള്ള, ബിഗിൻ ആരംഭിക്കുക. The birthday party. Princess Julia went to the table and cut the cake. ജൂലിയ രാജകുമാരി മേശക്കരികിലേക്ക് ചെന്ന് കേക്ക് മുറിച്ചു. ഷീ ലുക്ക്ഡ് കട്ട് ഇൻ ഹിയർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവിടെ സുന്ദരമായിട്ടുള്ള വജ്രകിരീടമണിഞ്ഞ് മനോഹരിയായിട്ട് കാണപ്പെട്ടു. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും കൈയടിച്ച് പാട്ടുപാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. ജന്മദിനാശംസകൾ ജൂലിയ രാജകുമാരി. എവരി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ് ടു ജൂലിയ. ഓരോരുത്തരും അവരുടെ സമ്മാനങ്ങൾ ജൂലിയയ്ക്ക് നൽകി. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ സെഡ് ദ പ്രിൻസസ് സ്മൈലിംഗ്. നിങ്ങളെല്ലാവരും എനിക്ക് വളരെ നന്ദിയുണ്ട്. എല്ലാവരോടും നമുക്ക് നൃത്തം ചെയ്ത് ആനന്ദിക്കാം, രാജകുമാരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദ മ്യൂസിക് ബിഗാൻ. ദ സ്റ്റാർട്ടഡ് ഡാൻസിങ്. സംഗീതം ആരംഭിച്ചു. അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇതിലുള്ള ന്യൂ വേർഡ്സ് എന്താ നോക്കാം. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ വജ്രം, ക്രൗൺ കിരീടം, ക്ലാപ്പ് കൈയടിക്കുക, പ്രസൻറ്റഡ് സമ്മാനിച്ചു, ഗിഫ്റ്റ് സമ്മാനം, ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ള. ഇതിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സെലിബ്രേഷൻ? ഷെയർ യു എക്സ്പീരിയൻസ്. നിങ്ങൾ ഏതെങ്കിലും ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു അനുഭവം പങ്കുവയ്ക്കൂ. എ സെലിബ്രേഷൻ ഐ പാർട്ടിസിപ്പേറ്റഡ്. In the last summer holidays, I participated in the marriage function of my auntie. His name is Rashida and his work in Dubai. Her name is nice. The marriage functions was very colorful. We all wore new dresses. The bride and the groom came in decorated cars. They both looked like prince and princess. After the marriage blessing, there was a grand reception in the hall. The food menu included many variety items. It was so delicious, but I enjoyed the pudding, ice cream and the pastry the most. It was a beautiful day. The feast, ആഘോഷം. Now let's have the feast. The princess invited. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. രാജകുമാരി ക്ഷണിച്ചു. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും ഭക്ഷണം ആസ്വദിക്കാൻ തുടങ്ങി. സോ യമ്മി, സോ ഡെലീഷ്യസ്. എ സ്റ്റാർ ഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്. എത്ര രുചികരം, എത്ര സ്വാദിഷ്ടം. ഒരു നക്ഷത്ര മത്സ്യം എന്ത് ചെയ്തു? അവൻ്റെ പ്ലേറ്റ് നക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗ്ലപ്ഡ് എ ബിഗ് പീസ്. എനിക്കൊരു ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. ഒരു സ്രാവ് എന്ത് ചെയ്തു? വലിയൊരു ചോക്ലേറ്റ് കഷ്ണം വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞു. The juice is so refreshing. A jellyfish sipped to the last drop. ഈ ജ്യൂസ് എന്ത് ചെയ്യുന്നു? വളരെ ഉന്മേഷം തരുന്നു എന്ന് പറഞ്ഞ് ഒരു ജെല്ലിഫിഷ് എന്ത് ചെയ്തു? അവസാനത്തെ തുള്ളി ജ്യൂസും കുടിച്ചുകൊണ്ട് പറഞ്ഞു. സഡൻലി എ ഡോൾഫിൻ വിസിൽ ലൗഡ്ലി. പെട്ടെന്ന് ഒരു ഡോൾഫിന് വിസിൽ മുഴക്കി. വാട്ട്സ് ഹാപ്പനിങ് ആസ്ക്ഡ് ദ ഷാർക്ക്. എന്താണ് സംഭവിക്കുന്നത്? സ്രാവ് ചോദിച്ചു. ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ? എന്തുകൊണ്ടാണ് ഡോൾഫിൻ വിസിൽ മുഴക്കിയത്? ദെയർ മൈറ്റ് ബി സം ഡേഞ്ചർ. അവിടെ എന്തോ അപകടം സംഭവിക്കുന്നുണ്ട് അല്ലേ? ഇതിലെ ന്യൂ വേർഡ്സ് നോക്കാം. ഫെസ്റ്റ് എന്ന് വെച്ചാൽ ആഘോഷം, ഇൻവൈറ്റ് ക്ഷണിക്കുക, എൻജോയ് ആസ്വദിക്കുക, യമ്മി സ്വാദിഷ്ടമായ, ഡെലീഷ്യസ് രുചികരം, ലിക്ക് നക്കുക, ഗ്ലപ്പ് വിഴുങ്ങുക, റിഫ്രഷിങ് ഉന്മേഷം നൽകുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ്സ് ദ ഡോൾഫിൻ വിസിൽ? എന്തുകൊണ്ടാണ് ഡോൾഫിൻ വിസിൽ മുഴക്കിയത്? ദർ മൈറ്റ് ബി സം ഡേഞ്ചർ. അവിടെ എന്തോ ഒരു അപകടം കണ്ടു അല്ലേ? നെക്സ്റ്റ് നോക്കാം. എ ത്രെറ്റ്, ഭീഷണി. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ. മനുഷ്യർ വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ തള്ളുന്നതിനായി വരുന്നുണ്ട്. ഡോൾഫിൻ ഉച്ചത്തിൽ പറഞ്ഞു. ഓൾ ബിക്കേം ആംഗ്രി. എല്ലാവർക്കും ദേഷ്യമായി. Many of our friends died eating plastic waste. The shark ground his teeth. നമ്മുടെ പല കൂട്ടുകാരും എന്ത് ചെയ്തു? പ്ലാസ്റ്റിക് മാലിന്യം കഴിച്ചു മരിച്ചു. സ്രാവ് എന്ത് ചെയ്തു? പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. We should stop them, they said together. നമുക്കവരെ തടയണം, അവർ ഒരുമിച്ച് പറഞ്ഞു. Don't worry friends, said the blue whale. വിഷമിക്കേണ്ട കൂട്ടുകാരെ എന്നാര് പറഞ്ഞു? നമ്മുടെ ബ്ലൂ വെയിൽ പറഞ്ഞു. I am the biggest animal in the world. I all drive them away. The blue whale took a swift turn and swished. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഞാൻ എന്ത് ചെയ്യുക? അവരെ
ദൂരെ ഓടിക്കാം എന്ന് പറഞ്ഞ് നീലത്തിമിംഗലം എന്ത് ചെയ്തു? വേഗത്തിൽ തിരിഞ്ഞ് തൻ്റെ വാൽ ചുഴറ്റിക്കൊണ്ട് പറഞ്ഞു. ദ ഷാർക്ക് ഫോളോഡ് ഹിയർ. സ്രാവ് അവളെ പിന്തുടർന്നു. ന്യൂ വേർഡ്സ് നോക്കാം. ത്രെറ്റ് എന്ന് വെച്ചാൽ ഭീഷണി, ഡംപ് തള്ളുക, ഷാർക്ക് സ്രാവ്, ബ്ലൂ വെയിൽ നീലത്തിമിംഗലം, ഗ്രൗണ്ട് ദ ടീത്ത് പല്ലു ഞെരിച്ചു, ടുഗദർ ഒരുമിച്ച്, ബിഗസ്റ്റ് ഏറ്റവും വലിയ, ഡ്രൈവ് അവേ ദൂരെ ഓടിക്കുക, സ്വിഫ്റ്റ് വേഗത്തിൽ, ടേൺ തിരിയുക, സ്വിഷ് വാല് ചുഴറ്റുക, ഫോളോ പിന്തുടരുക. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? ബ്ലൂ വെയിൽ നീലത്തിമിംഗലം എന്ത് ചെയ്യും? ദ ബ്ലൂ വെയിൽ വുൾ ഡ്രൈവ് ദ മെൻ അവേ. അവരെ ദൂരെ ഓടിക്കും അല്ലേ. ദ ലാസ്റ്റ് വൺ ഫോർഗീവ്നെസ് എന്ന് വെച്ചാൽ മാപ്പ്. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. നീലത്തിമിംഗലവും സ്രാവും ബോട്ടിനടുത്തെത്തി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. സ്രാവ് വാലുകൊണ്ട് ബോട്ടിലടിച്ചു. ദ മെൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ബോട്ടിലുള്ള മനുഷ്യരൊക്കെ എന്ത് ചെയ്തു? പേടിച്ചു വിറച്ചു. ദ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ സഹായത്തിനായി കരഞ്ഞു. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദെയർ. ആ സമയം കൊണ്ട് രാജകുമാരിയും മറ്റുള്ളവരും അവിടെ എത്തി. ഐ വിൽ ക്രഷ് ദ ക്രാബ് ഓപ്പൺ ഹിയർ ക്ലോസ്. ഞാൻ അവർ ശരിയാക്കും എന്ന് പറഞ്ഞ് ഞണ്ട് എന്ത് ചെയ്തു? അവിടെ കൂർത്ത നഖങ്ങൾ വിടർത്തി. പ്ലീസ് ഡോണ്ട് ഹേർട്ട്, വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. ദ മെൻ ബെഗ്ഡ്. ഞങ്ങൾ ഉപദ്രവിക്കരുത്, ഇനി ഞങ്ങൾ കടലിൽ മാലിന്യമൊന്നും നിക്ഷേപിക്കില്ല. അവരെന്ത് ചെയ്തു? ബെഗ്ഡ്. ദ മെൻ ബെഗ്ഡ്. അവരെല്ലാവരും യാചിച്ചു. യു ആർ പൊല്യൂട്ടഡ് അവർ സീ. ഞങ്ങളുടെ കടലിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? മലിനമാക്കുകയാണ്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലീവ്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, വാൺ പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. നിങ്ങൾ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ്, ഇനി ഇത് ആവർത്തിക്കരുത്. എന്ത് ചെയ്യുന്നു? ജൂലിയ രാജകുമാരി എന്ത് ചെയ്തു? അവർക്ക് താക്കീത് നൽകി. അവർ പോയിക്കോട്ടെ എന്ന് രാജകുമാരി പറഞ്ഞു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻ ദ വേവ്സ്. സൂര്യപ്രകാശത്തിൽ എന്ത് ചെയ്തു? തിരമാലകൾ തിളങ്ങി. നെക്സ്റ്റ് ഇതിലുള്ള ന്യൂ വേർഡ്സ് നോക്കാം. ഫോർഗീവ്നെസ് മാപ്പ്, ബീറ്റ് അടിക്കുക, ട്രംബിൾ വിറയ്ക്കുക, ഫിയർ ഭയം, റീച്ച് എത്തിച്ചേരുക, ക്രഷ് ഞെരിക്കുക, ഡംപ് തള്ളുക, ക്ലോ കൂർത്ത നഖം, ബെഗ് യാചിക്കുക, പൊല്യൂട്ട് മലിനമാക്കുക, ഡെസ്ട്രോയ് നശിപ്പിക്കുക, റിപ്പീറ്റ് ആവർത്തിക്കുക, എഗെയിൻ വീണ്ടും, റേസ് കിരണങ്ങൾ, ബ്രൈറ്റൺ പ്രകാശിപ്പിക്കുക, വേവ്സ് തിരമാലകൾ. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് വൺ വേൾഡ് ഓഫ് വേർഡ്സ് ആണ്. ഇതിൽ വേർഡ്സും അതിൻ്റെ മീനിങ് ആണ് തന്നിട്ടുള്ളത്. സെക്കൻഡ് വൺ ആക്ടിവിറ്റി 1 നോക്കുക. ദ പിക്ചേഴ്സ് ഓഫ് ജൂലിയ ഫ്രണ്ട്സ്. ജൂലിയയുടെ ഫ്രണ്ട്സിൻ്റെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഈ കോളം, ബ്ലാങ്ക് ആയിട്ടുള്ള കോളം നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ സം വേർഡ്സ് ഗിവൺ ബിലോ ക്ലാസിഫൈ ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് വെജിറ്റബിൾ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് കോളത്തിൽ ഫ്രൂട്ട്സ്, സെക്കൻഡ് കോളത്തിൽ വെജിറ്റബിൾ. തേർഡ് ആക്ടിവിറ്റി നോക്കിയാൽ ദ റെസിപ്പി ഓഫ് വെജിറ്റബിൾ സലാഡ് ഈസ് ഗിവൺ ഇൻ ദ ബോക്സ് റീഡ് ഇറ്റ്. ഇവിടെ ഒരു വെജിറ്റബിൾ സലാഡിൻ്റെ റെസിപ്പി തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളോട് ഫ്രൂട്ട് സലാഡിൻ്റെ നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സലാഡ്. ഹൗ ഡു വി മേക്ക് എ ഫ്രൂട്ട് സലാഡ്? ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി തനിയെ എഴുതാനാണ് പറഞ്ഞത്. അതിവിടെ ചേർത്തിട്ടുണ്ട്. ദ ആക്ടിവിറ്റി 4 ഒബ്സർവ് ദ പിക്ചർ, ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ. ഇവിടെ ഒരു വെജിറ്റബിൾ ഷോപ്പാണ് തന്നിട്ട്, ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിളിൻ്റെ ഷോപ്പാണ് തന്നിട്ടുള്ളത്. ഈ ഫ്രൂട്ട്സ് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവിടെ താഴെയുള്ള ലൈന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കോളത്തിൽ ഫ്രൂട്ട്സും സെക്കൻഡ് കോളത്തിൽ വെജിറ്റബിൾസുമാണ് എഴുതേണ്ടത്. ദ ആക്ടിവിറ്റി 6 നോക്കുക. റീറൈറ്റ് ദ സെൻറ്റൻസ് ഇൻ ദ ഗിവൺ ഫോർമാറ്റ്. എ മർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ. അത് നമ്മൾ റീറൈറ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ്? എ മർമെയ്ഡ് ഇൻ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ. ദ ഫസ്റ്റ് വൺ നോക്കുക. ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. അത് നമ്മൾ റീറൈറ്റ് എഴുതുമ്പോൾ എന്താ? ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് എന്താവും? ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. അപ്പോൾ അതുപോയിട്ടുള്ള സെൻറ്റൻസും റീറൈറ്റ് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 നോക്കുക. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ ദ വേർഡ് അണ്ടർലൈൻ ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുക. അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എ ഫിഷ് എന്ന് പറയുമ്പോൾ എ സ്കൂൾ ഫിഷ്. ആ സ്കൂൾ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഗ്രൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. എ ബനാന എ ബെഞ്ച് ഓഫ് ബനാന. അതുപോലെ നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദൂസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ചിത്രങ്ങൾ നോക്കിയിട്ട് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകളിൽ നിന്ന് നിങ്ങൾ ഉചിതമായത് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. അപ്പോൾ എ ഡാഷ് ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുമ്പം അവിടെ എന്താണ്? എ ടീം ഓഫ് പ്ലെയേഴ്സാണ്. അതുപോലെ എ ഡാഷ് ഓഫ് ഷീപ്പ് എന്ന് പറയുമ്പം
ചെമ്മരിയാടിൻ്റെ കൂട്ടാണ്. അപ്പം ചെമ്മരിയാടിൻ്റെ കൂട്ടത്തെന്ന് പറയും ഹേർഡ്. അതുപോലെ കീസ് ആകുമ്പം എ ബെഞ്ച് ഓഫ് കീസ്, ബഞ്ചാണ് അവിടെ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന വേർഡ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ബൈ ജോയിങ് ദ ഡോട്ട്സ് ദെൻ കളർ ഇറ്റ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. അതായത് താഴെ തന്നിരിക്കുന്ന ചിത്രം കുത്തുകൾ യോജിപ്പിച്ച് പൂർത്തിയാക്കി നിറം കൊടുക്കുക. അതുപോലെ ആ മത്സ്യകന്യകയും സ്വർണ്ണ മത്സ്യവും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഡോട്ട് ഫില്ല് ചെയ്തിട്ട് ഇതൊരു പിക്ചറാണല്ലേ, ഒരു മെർമെയ്ഡിൻ്റെ പിക്ചറാണ്. അപ്പോൾ നിങ്ങളത് പൂർത്തിയാക്കുക. അതിനുശേഷം അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. മെർമെയ്ഡ് ചോദിക്കുകയാണ്, ഹായ് ഗോൾഡ് ഫിഷ്, ഹൗ ബ്യൂട്ടിഫുൾ യു ആർ. നീ എന്തൊരു സ്വർണ്ണ മത്സ്യമേ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇപ്പോൾ ഗോൾഡ് ഫിഷ് എന്താ പറയുന്നത്? താങ്ക് യു പ്രിൻസസ് ജൂലിയ, ഹൗ പ്രിറ്റി യു ലുക്ക്. നന്ദി ജൂലിയ രാജകുമാരി, നീ എത്ര സുന്ദരിയായിരിക്കുന്നു. മെർമെയ്ഡ് അടുത്ത് പറയാണ്, താങ്ക് യു, പ്ലീസ് കം ഇൻ. നന്ദി, ദയവായി അകത്തേക്ക് വരൂ. ഗോൾഡ് ഫിഷ് എന്താ പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, മൈ ഗിഫ്റ്റ് ഫോർ യു, എ ചെയിൻ ഓഫ് പേൾ. ജന്മദിനാശംസകൾ ജൂലിയ രാജകുമാരി, ഇതാ എൻ്റെ സമ്മാനം, ഒരു മുത്തുമാല. മെർമെയ്ഡ് പറയാണ്, ഇറ്റ്സ് വെരി നൈസ്. എന്താണ്, ഇത് വളരെ നന്നായിരിക്കുന്നു. ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു, നന്ദി. ഐ ഷാൾ വിയർ ഇറ്റ്, ഞാനിത് അണിയാം. ഗോൾഡ് ഫിഷ്, ഹോ യു ലുക്ക് വെരി ക്യൂട്ട്. ഓ, നീ വളരെ മനോഹരിയായിരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ലെറ്റസ് റീഡ് എ പോയം. ഒരു കവിതയാണ്. വാട്ടർ. ടേൺ ഓൺ ദ ടാപ്പ്. ടാപ്പ് തുറക്കൂ. ആൻഡ് ദ വാട്ടർ ഫ്ലോസ്. വെള്ളം ഒഴുകുന്നു. ഡസ് എനിവൺ നോ. ആർക്കെങ്കിലും അറിയുമോ? വേർ ദ വാട്ടർ ഗോസ്. വെള്ളം എവിടുന്ന് പോകുന്നു. ടേൺ ഓൺ ദ ടാപ്പ്. ടാപ്പ് തുറക്കൂ. ആൻഡ് ദ വാട്ടർ കംസ്. വെള്ളം വരുന്നു. ഡസ് എനിവൺ നോ. ആർക്കെങ്കിലും അറിയുമോ? വേർ ഇസ് ദ വാട്ടർ ഫ്രം. വെള്ളം എവിടുന്ന് വരുന്നു. വാട്ടർ ഈസ് ക്ലീൻ. വെള്ളത്തിന് വൃത്തിയുണ്ട്. ആൻഡ് വാട്ടർ ഈസ് കൂള്. വെള്ളത്തിന് തണുപ്പുണ്ട്. ലിവിങ് ദ റിവേഴ്സ്. നദികളിൽ ജീവിക്കുന്നു. ആൻഡ് റെയിനിങ് ദ പൂൾസ്. കുളങ്ങളിൽ ജീവിക്കുന്നു. യെറ്റ് വാട്ടർ ക്യാൻ ട്രിക്കിൾ. എന്നാലും വെള്ളം എന്ത് ചെയ്യാം? വാട്ടർ ക്യാൻ ട്രിക്കിൾ, തുള്ളിയായി വീഴാം. ആൻഡ് വെൽ ക്യാൻ ഡ്രൈ അപ്പ്. കിണർ ഉണങ്ങിപ്പോകാം. ടിൽ ദർ ഈസ് നത്തിങ് ലെഫ്റ്റ്. ഒട്ടും അവശേഷിക്കില്ല. ടു ഫിൽ അപ്പ് ദ കപ്പ്. കപ്പിൽ നിറയാൻ പോലും. കേറ്റ് കുംസിൻ്റെ ഒരു പോയിൻസാണ് നമ്മൾ വായിച്ചത്. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. വെർ ഡസ് ദ വാട്ടർ ഗോ. വെള്ളം എവിടെ പോകുന്നു? വാട്ടർ ഫ്ലോസ് ഇൻ ടു ദ റിവർ. വെള്ളം എവിടെയാണ്? പുഴകളിലേക്കാണ് പോകുന്നത്. വെർ ഈസ് ദ വാട്ടർ ഫ്രം. വെള്ളം എവിടെ നിന്ന് വരുന്നു? വാട്ടർ ഈസ് ഫ്രം ദ ക്ലൗഡ്സ്. വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? മേഘങ്ങളിൽ നിന്ന്. വാട്ട് ഷാൽ വി ഡു വെൻ ദ വാട്ടർ ഈസ് ഗോൺ. വെള്ളം തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് ഓൾ ദ വാട്ടർ ഈസ് ഗോൺ ലിവിങ് ബീങ്സ് വിൽ ഡൈ. അല്ലേ, നമ്മൾ മരിക്കും. വാട്ടർ ഈസ് പ്രഷ്യസ്. എന്താണ്? അമൂല്യമാണ്. വി ഷുഡ് നോട്ട് വേസ്റ്റ് ഓർ പൊല്യൂട്ട് വാട്ടർ. അതുകൊണ്ട് നമ്മൾ വെള്ളം എന്ത് ചെയ്യരുത്? പാഴാക്കരുത്. നോക്കിക്കേ, വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഫോർ വേരിയസ് പർപ്പസ്. അല്ലേ, പ്ലാസ്റ്റിക് നമുക്ക് പലതരം വസ്തുക്കൾ നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ. അത് എന്താണ്? ഹാനികരമാണ്. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട്ബുക്ക് അഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഒരു പോസ്റ്റർ മേക്കിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സേവ് നോ ടു പ്ലാസ്റ്റിക് എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സേവ് ദ ലിവിങ് ബീസ് എന്നുള്ളൊരു പോസ്റ്റർ കൊടുക്കാം. ആക്ടിവിറ്റി 10 നോക്കുക. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്. ഇനി നമുക്കൊരു പേപ്പർ ഫിഷ് ഉണ്ടാക്കാം. അപ്പം പേപ്പർ ഫിഷ് ഉണ്ടാക്കുന്ന രീതി ഇവിടെ, മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങളൊരു ക്ലാസ്സിലൊരു പേപ്പർ ഫിഷ് ഉണ്ടാക്കുക. അടുത്തത് ആക്ടിവിറ്റി 11 ആണ്. റീഡ് ദ ഫോളോയിങ് പോയം, കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. ഇവിടെ താഴെ തന്നിരിക്കുന്ന ഒരു കവിത വായിക്കുക. കവിത പൂർത്തിയാക്കി ഉചിതമായിട്ടുള്ള തലക്കെട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അവിടെ കവിത നിങ്ങൾ പൂർത്തിയാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 12 ആണ്. റൈറ്റ് മോർ എക്സ്പ്രഷൻ സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നവയ്ക്ക് സമാനമായ പദപ്രയോഗങ്ങൾ എഴുതുക. എക്സാമ്പിൾ സോ ബ്യൂട്ടിഫുൾ ഉണ്ട്, സോ എലഗൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സോ പ്രിറ്റി, സോ ഹാപ്പി, സോ നൈസ്, അങ്ങനെ ഒരുപാട് പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാം. നെക്സ്റ്റ് ഒരു സ്റ്റോറിയാണ് ദ ഹംഗ്രി കാറ്റർപില്ലർ. വിശന്നു വലഞ്ഞ ചിത്രശലഭപ്പുഴു. അത് ഫസ്റ്റ് വൺ എന്താണ്? ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ ദെയർ വാസ് എ ലിറ്റിൽ എഗ് ഓൺ എ ലീഫ്. അവിടെ രാത്രി ഒരു കുഞ്ഞുമുട്ട ഒരു ഇലയുടെ മുകളിൽ കിടക്കുകയായിരുന്നു. വൺ സൺഡേ മോർണിംഗ് ദ വാം സൺ കെയിം അപ്പ് ഔട്ട് ഓഫ് ദ എഗ് കെയിം എ ടൈനി ആൻഡ് വെരി ഹംഗ്രി കാറ്റർപില്ലർ. ഒരു ഞായറാഴ്ച രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ എന്ത് ചെയ്തു? മുട്ട വിരിഞ്ഞൊരു കുഞ്ഞു ചിത്രശലഭപ്പുഴു പുറത്തു വന്നു. അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഫോർ സം ഫുഡ്. വൺ മൺഡേ ഷീ എയ്റ്റ് ത്രോ വൺ ആപ്പിൾ. അവൾ ഭക്ഷണം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. തിങ്കളാഴ്ച അവൾ ഒരു ആപ്പിളിനുള്ളിൽ കയറി അത് തിന്നു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹാംഗ്രി. എന്നിട്ട് അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഐ ആം സ്റ്റിൽ ഹാംഗ്രി. വൺ തേഴ്സ്ഡേ ദ എയ്റ്റ് ത്രോ 2 പിയേഴ്സ് ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹാംഗ്രി. ചൊവ്വാഴ്ച അവൾ 2 പിയർ പഴങ്ങൾ തുളച്ചു തിന്നു. എന്നിട്ട് അവളുടെ വിശപ്പ് മാറിയില്ല. ഓൺ വെനസ്ഡേ ഷീ എയ്റ്റ് ത്രോ
3 plums. ബുധനാഴ്ച അപ്പോൾ 3 പ്ലം പഴങ്ങൾ തുളച്ചു തിന്നു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹാംഗ്രി. എന്നിട്ടും അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഓൺ തേഴ്സ്ഡേ ഷീ ഏറ്റ് 4 strawberries ബട്ട് ഷീ വാസ് സ്റ്റിൽ ആംഗ്രി. വ്യാഴാഴ്ച അവൾ 4 സ്ട്രോബെറി തിന്നു. എന്നിട്ടും അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഓൺ ഫ്രൈഡേ ഷീ ഏറ്റ് 5 oranges ബട്ട് ഷീ വാസ് സ്റ്റിൽ ആംഗ്രി. വെള്ളിയാഴ്ച അവൾ ഓറഞ്ച് തുളച്ചു തിന്നു. എന്നിട്ടും അവൾക്ക് വിശപ്പ് മാറിയില്ല. ഓൺ സാറ്റർഡേ ഷീ ഏറ്റ് ചോക്ലേറ്റ്, ഐസ്ക്രീം, സോസേജ്, ചീസ്, ഡോണട്ട്, ലോലിപോപ്പ്, കേക്ക്, ബനാന ആൻഡ് പിസ്സ. ശനിയാഴ്ച അവൾ ചോക്ലേറ്റും ഐസ്ക്രീമും സോസേജും സീസും ഡോണട്ടും ലോലിപോപ്പും കേക്കും വാഴപ്പഴവും പിസ്സയും ഒക്കെ കഴിച്ചു. ദാറ്റ് നൈറ്റ് ഷീ ഹാഡ് എ സ്റ്റൊമക്ക് ഏക്ക്. അന്ന് രാത്രി അവൾക്ക് വലിയൊരു വയറുവേദന ഉണ്ടായി. ദ നെക്സ്റ്റ് വാസ് സൺഡേ അഗെയിൻ. ദ കാറ്റർപില്ലർ ഏറ്റ് 1 nice green leaf and after that felt much. പിറ്റേ ദിവസം അവൾ വീണ്ടും ഞായറാഴ്ചയായി. അന്ന് ചിത്രശലഭ പുഴു നല്ലൊരു പച്ചയില കഴിച്ചപ്പോൾ അവൾക്ക് നല്ല സുഖം തോന്നി. ഷീ വാസിൻ ഹാംഗ്രി എനിമോർ ആൻഡ് ഷീ വാസിൻ്റെ ലിറ്റിൽ കാറ്റർപില്ലർ എനിമോർ. പിന്നെ അവൾക്ക് വിശന്നില്ല. അതിനുശേഷം അവളൊരു കുഞ്ഞു ചിത്രശലഭ പുഴി ആയിരുന്നില്ല. ഷീ വാസ് എ ബിഗ് ഫാറ്റ് കാറ്റർപില്ലർ. അവൾ വലിയ തടിച്ചൊരു ചിത്രശലഭ പുഴുവായി മാറി. ഷീ ബിൽറ്റ് എ സ്മോൾ ഹൗസ് കോൾഡ് എ കൊക്കോൺ അറൗണ്ട് ഹെർസെൽഫ്. ഷീ സ്റ്റേഡ് ഇൻസൈഡ് ഫോർ മോർ ദാൻ 2 weeks. അവൾ സ്വയം എന്ത് ചെയ്തു? അവൾക്ക് ചുറ്റും ഒരു കുഞ്ഞു വീടുണ്ടാക്കി. അതിന് കൊക്കോൺ എന്ന് പേരിട്ടു. ആ വീടിനുള്ളിൽ അവൾ 2 ആഴ്ചയിലധികം ഇരുന്നു. ദെൻ ഷീ nibbled a hole in the cocoon, pushed her way out and she became a beautiful butterfly. പിന്നെ അവളൊരു കൊക്കോണിൽ തുളയുണ്ടാക്കി പുറത്തു വന്നു. പിന്നെ അവൾ എന്ത് ചെയ്തു? ഒരു സുന്ദരിയായ ചിത്രശലഭമായി മാറി. ഇതാണ് സ്റ്റോറി. ആക്ടിവിറ്റി 30 നോക്കുക. റീകാസ്റ്റ് ഇൻ ദ സ്റ്റോറി മൈ വേർഡ്സ്. അവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹൂ ഈസ് ദിസ്? അവിടെ ക്വസ്റ്റ്യൻസും അതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ഗോൾഡ് ഫിഷ്. അതുപോലെ 8 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. ലാസ്റ്റ് വൺ ഒരു സ്റ്റോറിയാണ്. ഒബ്സർവ് ദ പിക്ചർ, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. സ്റ്റോറി നിങ്ങളുടെ സ്വന്തം വാക്കിൽ എഴുതി തയ്യാറാക്കുക. കുട്ടികൾ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സെക്കൻഡ് യൂണിറ്റ് ഫെസ്റ്റീവ് ഫൺ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ് നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. എല്ലാ കുട്ടികളും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.